അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ അവരുടെ ഉസ്താദുമാരെ, നേതാക്കൾ, സമയം വളരെ താമസിച്ചു. വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ജാമിഅയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടത്തിലാണ് ഇന്ന് ജാമിഅയിലെ. എന്തുകൊണ്ടെന്നാൽ ബഹുമാനപ്പെട്ട ജാമിഅയുടെ പ്രിൻസിപ്പൽ വന്യരായ ഉസ്താദ് അലിക്കുട്ടി മുസ്ലിയാർ നമ്മളൊക്കെ അറിയാതെ പോയ ഒരു വലിയ ആദരവ് ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ അല്ല, കേരളത്തിലെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി എന്ന ലോകപ്രശസ്തമായ ഇസ്ലാമിക സഭ കേരളത്തിലെ ഒരു പണ്ഡിതനെ നേരിട്ട് വിളിച്ച് ആദരിക്കുകയും വലിയ ബഹുമാന ആദരവുകൾ നൽകുകയും ചെയ്ത് കേരളീയ പാണ്ഡിത്യത്തെയും സുന്നത്യമായത്തിനെയും സമസ്തയെയും ബഹുമാനപ്പെട്ട പട്ടിക്കാട് ജാമിഅ നൂരിയയെയും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായി അംഗീകരിച്ച ഒരു വലിയ പ്രധാനപ്പെട്ട വാർത്ത ഇതിനിടയിൽ കഴിഞ്ഞുപോയി. നാം അത് ചിന്തിച്ചില്ല. അതിനേക്കാൾ ഗൗരവമായ വിഷയം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റാർക്കെങ്കിലുമായിരുന്നു ഈ ആദരവ് ലഭിച്ചിരുന്നതെങ്കിൽ അവർ അതൊക്കെ പെരുമ്പറയടിച്ച് പ്രപഗണ്ഡകൾക്ക് വിധേയമാക്കുമായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആൾപൂജയുടെ രീതി നമുക്കില്ലാതെ ആയിട്ടുണ്ട്. നമുക്ക് അല്ലാഹു നൽകി ഈ മഹത്തായ മികവിനെ ഇനി ലോക സമക്ഷം ബഹുമാനപ്പെട്ട പട്ടിക്കാട് ജാമിഅയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ നേട്ടവും ഈ ഉപയോഗപ്പെടുത്താൻ നാം ശ്രമിക്കേണ്ടതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഗൗരവമായി ആലോചിക്കേണ്ടത് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന് ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടം ഇന്ന് ലോകത്ത് കൊണ്ടിരിക്കുകയാണ്. ലോക സലഫിസം പാടെ തകർന്നിരിക്കുന്നു. ലോകത്തെ എല്ലാ രാജ്യങ്ങളും അത് പുച്ഛിച്ച് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഖബറിന്റെ നേർ വന്ന് ദുആ ചെയ്യുക എന്ന പ്രവർത്തനം ശിർക്കായി, ബിദ്അത്തായി, ശിർക്കായി ഒരിക്കലും ചെയ്തുകൂടാത്ത കാര്യമായി അനുഷ്ഠിക്കുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന ചില രാജ്യങ്ങൾ, ആ രാജ്യത്തെ രാജാക്കന്മാർ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ റൗളയിൽ നിന്ന് മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്ത സംഭവങ്ങൾ ഈ അടുത്ത ലോകത്തെ അരങ്ങേറുകയുണ്ടായി. മാത്രമല്ല, ലോകത്തെ അനവധി രാജ്യങ്ങൾ സലഫിസം ഉപേക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ ഇപ്പോൾ ഉയർന്നു വന്ന ഒരു മുദ്രാവാക്യം അസ്സൂഫിയു സ്വാലിഹ് ഖൈറും മിനസ് സലഫിൽ മുതശദ്ദിദ് എന്നാണ്. ഉസ്താദ് തലയാട്ടുന്നുണ്ട്. ഉസ്താദിന് അറിയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പരമാർത്ഥമാണ്. അതിന്റെ ഒരു ഭാഗമാണ് സുന്നത്ത് ജമാഅത്തിന്റെ നേതാവും ബഹുമാനപ്പെട്ട കേരളത്തിൽ നിന്ന് തസവുഫ് സമ്മേളനങ്ങളിൽ ഏറ്റവും ഉള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് അലിക്കുട്ടി മുസ്ലിയാരെ റാബിത്തത്തുൽ ആലമി സ്വീകരിച്ചത് കേരളത്തിലെ ഒരു പണ്ഡിതന് മാത്രമല്ല, ലോകത്തെ മഹാസൂഫികളെ മുഴുവനും ഇന്ന് റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി ആദരിച്ചുകൊണ്ടിരിക്കുന്നു. അസ്സൂഫി സ്വാലിഹ്, അസ്സൂഫി അൽ മുതവസ്സിത്ത്, മധ്യനിലപാട് സ്വീകരിക്കുന്ന സൂഫിയാണ്. ഖൈറും മിനൽ സലഫി അൽ മുതശദ്ദിദ്, പക്ഷപാതിയായ, ടെററിസ്റ്റായ, ഭീകരവാദിയായ സലഫിയേക്കാൾ എന്തുകൊണ്ടും ഗുണകരം സൂഫിയാണെന്ന് വിളിച്ചു പറയുന്നത് ആരെങ്കിലുമല്ല, സാക്ഷാൽ സൗദി അറേബ്യ. ഇത് ഗൗരവമായി നാം ആലോചിക്കണം. അതുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും അള്ളാഹുവിന്റെ വലിയ സൗകര്യം വിദ്യാഭ്യാസപരമായി രണ്ട് നിലക്കും ഭൗതികമായ നിലപാടിന് ആത്മീയമായ നിലപാട് വലിയ നേട്ടം ലഭിച്ച ഒരു സന്ദർഭത്തിലാണ് ഇന്ന് കേരളീയ പണ്ഡിത സമൂഹമുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചരിത്രം നമ്മളിലേക്ക് തിരിച്ചു വരുന്നു. ഒരു കാലത്ത് മഖ്ദൂം തങ്ങൾ മക്കയിൽ പോയപ്പോൾ മഖ്ദൂം തങ്ങൾ മക്കയിൽ നിന്ന് 10 വർഷം പഠിച്ചു. പിന്നെ ബഹുമാനപ്പെട്ട അസ്ഹറിൽ പോയി 7 വർഷവും പഠിച്ചു. അപ്പോൾ ലോകത്തെ ഇസ്ലാമിക സമൂഹം, പണ്ഡിത സമൂഹം ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളെ മുഹദ്ദിസുൽ ഉമ്മ എന്ന ഒരു പേര് വിളിച്ച് ആദരിച്ചു. ഇതാ മുഹദ്ദിസുൽ ഉമ്മമാർ, ഫഖീഹുൽ ഉമ്മമാർ നമ്മുടെ കേരളത്തിലേക്ക് ആ ടൈറ്റിൽ, ആ നാമം അക്ഷരാർത്ഥത്തിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പക്ഷേ രണ്ട് കാര്യം നാം ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. ഒന്ന്, കഴിഞ്ഞ ചരിത്രത്തിൽ ഞാൻ അവസാനിപ്പിക്കും.
കഴിഞ്ഞ ചരിത്രത്തിൽ നമ്മുടെ പണ്ഡിതന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത സത്യസന്ധതയാണ്. ഭൗതികതയോട് അവർക്ക് താല്പര്യമില്ലാത്തതാണ്. മാതി ഇബാനി ജാഇആനി ഉർസില ഫീ വനമിൻ ബിഅഫ്സദാലഹ മിൻ ഹിർസുൽ മർഇ അല ശറഫി വൽ മാൽ എന്ന പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശന്ന് പൊരിഞ്ഞ രണ്ട് ചെന്നായ്ക്കളെ ഒരാട്ടിൻ കൂട്ടത്തിലേക്ക് കയറൂരി വിട്ടു എന്ന് സങ്കല്പിക്കുക. എന്നാൽ ധനത്തോടും സ്ഥാനമാനത്തോടും ആർത്തിപ്പൂണ്ട മനുഷ്യന്മാർ സമുദായത്തിൽ കേടുവരുത്തുന്നത്ര ഒരിക്കലും ചായ്ക്കൾ ആടിനേലും കേടുവരുത്തുകയില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ കൊച്ചനുജന്മാരോട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. കേരളത്തിലെ 14 നൂറ്റാണ്ട് കാലത്തെ പണ്ഡിത പ്രതിഭകളെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ പ്രവർത്തനം നാം നടത്തേണ്ടതുണ്ട്. നാം പണത്തിന്റെ പിന്നാലെ പോകേണ്ടതില്ല. ഇതാ പണത്തിന്റെ മുഖമൂടി അഴിഞ്ഞു മാറിയിരിക്കുന്നു. അവരിതാ പൊതുജന സമൂഹത്തിൽ എല്ലാം വിവസ്ത്രരായിരിക്കുന്നു. ഇനി അവർക്കൊന്നുമില്ല. ഇനി ഞങ്ങൾ പിരിച്ചുവിട്ടു എന്ന് പറയലായിരിക്കും ഒരു നിലക്ക് അവർക്ക് നല്ലത് എന്നൊരു സർക്കാരിന്റെ സത്യവാങ്മായി അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യം അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഇത് തിരുത്തി പറയിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ചരിത്രപരമായ ദൗത്യം നാം നിർവഹിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ അടിസ്ഥാനം സത്യസന്ധതയാണ്. ഒരിക്കലും ഭൗതികതയുടെ പിന്നാലെ പോകേണ്ടതില്ല. ഒരു മനുഷ്യന് നിശ്ചയിക്കപ്പെട്ട മരണം അവനെ തേടി നടക്കുന്നത് പോലെ അവൻ നിശ്ചയിക്കപ്പെട്ട പണവും അവനെ തേടി നടക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. സുന്നത്ത് ജമാഅത്താണ് സത്യം. സമസ്ത ഒന്ന് മാത്രമാണ്. നമ്മുടെ നേതാവ് ഇവിടെ ഊന്നിപ്പറഞ്ഞ കാര്യം അവസാനിക്കുമ്പോഴും നമ്മൾ വിളിച്ചു പറയുന്നു, ഇതാ ഇനി അവരും വിളിച്ചു പറയാനിരിക്കുന്നു. ശരിയാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റി, സമസ്ത ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാതെ നമ്മുടെ ഈ സമരം അവസാനിക്കുകയില്ല എന്നും ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നു. എടുത്തു പറയേണ്ട ഒരു നാമം കൂടി ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജാമിഅയുടെ സമ്മേളനത്തിന് പോയിക്കോളൂ. ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കുമെന്ന് പറഞ്ഞ് തന്റെ അരികിൽ വരുന്നവരെ മുഴുവനും ജാമിഅയുടെ സമ്മേളനത്തിലേക്ക് അയച്ചിരുന്ന മഹാനായ തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു അവരുടെ ദറജയേറ്റി കൊടുക്കട്ടെ. എറണാകുളത്തുകാരനായ ഒരാൾ കഴിഞ്ഞ 3-4 വർഷങ്ങൾക്ക് മുമ്പ് കാലുവേദനയായി ഉസ്താദിനെ സമീപിച്ചു. അന്ന് ജാമിഅയുടെ സമ്മേളനം നടക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു, പോയിക്കോ, ജാമിഅയുടെ സമ്മേളനത്തിന് പോയിക്കോ, കാലുവേദന മാറും. അയാൾ പെരിന്തൽമണ്ണ വന്നപ്പോൾ വണ്ടി ബ്ലോക്കായി. പിന്നെ പെരിന്തൽമണ്ണ മുതൽ അയാൾ ജാമിഅ വരെ നടന്നു, തിരിച്ചും നടന്നു. പെരിന്തൽമണ്ണ വരെ കാറ് നിർത്തി നടന്നു. പിറ്റേന്ന് നേരം വെളുത്ത് നോക്കുമ്പോൾ കാൽവേദനയിൽ. ബഹുമാനപ്പെട്ട ജാമിഅയുടെ കറാമത്ത്, ബഹുമാനപ്പെട്ട തുർപ്പഞ്ച് ഉസ്താദിന്റെ കറാമത്ത്. 1 വർഷത്തെ ദോഷം ജാമിഅയിലെ സമ്മേളനത്തിൽ പങ്കെടുത്താൽ 1 വർഷത്തെ ദോഷം പുറത്തു പോകും. അതുകൊണ്ട് ജാമിഅ സമ്മേളനത്തിന് പോയിക്കോളൂ എന്ന് പറഞ്ഞിരുന്ന മഹാനായ തുർപ്പഞ്ച് ഉസ്താദ്, ഞാൻ ഈ വിഷയം ഇന്നൊരു സദസ്സിൽ പറഞ്ഞപ്പോൾ ഒരു നാടനായ, ഒരു സാധാരണക്കാരനായ, ഒരു കച്ചവടക്കാരനായ ചെറുപ്പക്കാരൻ എണീറ്റിരുന്ന് പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു നമ്മുടെ 1 കൊല്ലത്തെ ദോഷവും പൊറുപ്പിച്ചു തരട്ടെ, സകല ദോഷങ്ങളെയും അല്ലാഹു പൊറുപ്പിച്ചു തരട്ടെ. സത്യസന്ധതയും ദീനും നന്മയും യഥാർത്ഥവും എല്ലാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തിലൂടെ ഉലമയോടുകൂടെയും ഈ ജാമിഅയുടെ തിരുമിറ്റത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ ആയിരക്കണക്കായ പൈലിമാരുടെയും അവരുടെ സഹായികളായ നമ്മെപ്പോലെയുള്ളവരുടെ കൂടെയും ആയിരിക്കും. ആ ജാമിഅയുടെ നേതാക്കളാണ്, പൈലിമാരുടെ നേതാക്കളാണ് ഈ മഹാന്മാരായ. ഒരു കാലത്ത് ഈ ജാമിഅയിൽ ഓടി നടന്ന് വിജ്ഞാനം സമ്പാദിച്ചിരുന്ന ഇന്നിവിടെ വയോധികരായ 2 നേതാക്കന്മാർ. ഇത് തന്നെയാണ് ദീൻ, ഇതാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം. ഇവിടെ മുറുകെ പിടിച്ച് മഹാനായ സയ്യിദ് ഹൈദർ ശിഹാബും വന്നരായ ആലിക്കുട്ടി ഉസ്താദും നേതൃത്വം നൽകുന്ന നമ്മുടെ ജാമിഅ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് ഏത് കാലഘട്ടത്തിൽ നാൾ വരെ നമ്മുടെ മക്കളെ മക്കളായി ഈ സത്യത്തിന്റെയും ഈ ധർമ്മത്തിന്റെയും ഈ അറിവിന്റെ അക്ഷയ പാരാവാരം നിലനിർത്താൻ
അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉസ്താദ്മാർക്ക് അള്ളാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. കാളമ്പാട് ഉസ്താദിന്റെ ദറജ അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു തആല ഇനിയും 1000 ഇതിന്റെ ശക്തികളോടുകൂടെ നൂറുൽ ഉലമ പ്രസിദ്ധീകരണം, നൂറുൽ ഉലമയുടെ പ്രസിദ്ധീകരണം കഴിഞ്ഞിട്ടുണ്ട് അൽമുനീർ. എന്നാലും 2 പ്രസിദ്ധീകരണങ്ങൾ ബാക്കി. ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദിന്റെ പ്രദേശത്തും ദർസ് നടത്തിയ സ്ഥലത്തും നൂറുൽ ഉലമയുടെ വിദ്യാർത്ഥികൾ നേരിട്ട് പോയി പഠിച്ചെഴുതിയ അവരുടെ ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദിന്റെ ജീവചരിത്രം, അത് വേറിട്ടൊരു ജീവചരിത്രമാണ്. ജാമ്യ പുറത്തിറക്കിയിട്ടുണ്ട്, അത് വാങ്ങണം. രണ്ടാമതായി ബഹുമാനപ്പെട്ട ജാമ്യ കാലം ഓർമ്മക്കുറിപ്പ് 50 വർഷത്തെ ജാമ്യയുടെ ജീവൻ തുടിക്കുന്ന ഓർമ്മകൾ ഉസ്താദ് ആലിക്കുട്ടി ഉസ്താദ് ചീഫ് എഡിറ്ററായി പുറത്തിറക്കിയിട്ടുണ്ട്. ആ 2 പുസ്തകങ്ങളും ബാക്കിയുണ്ട്. എല്ലാവരും കൈപ്പറ്റണമെന്നും അപേക്ഷിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.